Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, 5ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസറുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നാം കക്ഷ, നാം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് എഴുതണം, കക്ഷ നിങ്ങളുടെ ക്ലാസ് എഴുതണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. സൂചന ധൂപ് ആഗേയി കവിത കാ ഏക അംശ പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. അപ്പോൾ ഇവിടെ ധൂപ് ആഗേയി എന്ന കവിതയുടെ കുറച്ച് അംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പങ്ക്തിയോം രഹി റൂപ്പ്ലെ മിലേ. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, കൃത്യമായി എഴുതുക. ഇവിടെ കുറേ ഇത് കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമാക്കി എഴുതുക. ധൂപ്പ് മാത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പാർട്ടിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതെന്ത് ചെയ്യുക, ഓർഡറിലാക്കി എഴുതാനാണ്. അപ്പോൾ നിങ്ങൾ ആ ധൂപ് ആഗേയി എന്ന് പറയുന്ന ആ ഒരു കവിതയുടെ ആദ്യത്തെ 4 വരികൾ കൃത്യമായി പഠിച്ചു വച്ചിരിക്കണം. എങ്ങനെയാണ്? ധൂപ് ആഗേയി സുബഹ് സുബഹ് കി കലിയ പ്യാരി പ്യാരി മഹക്കി കലിയ ക്യാരി ക്യാരി മഹക്കി കലിയാം ഇത്തനി സാരി മഹക്കി. ഇതാണ് ഈ വരികൾ. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, ഇത് ഓർഡറിലാക്കി എഴുതുക. അതിലെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ക്യാ മഹക്ക് രഹി ഹേ. അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കലിയ, ധൂപ്പ്, ചിടിയ, സൂരജ്. ഏതാണ്? ക്യാ മഹക്ക് രഹി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്താണ്? കലിയാമാണ് അല്ലേ ഇവിടെ ഉത്തരം. അപ്പോൾ ഇത് ഈ ബോക്സിൽ എഴുതണം, കലിയാം എന്ന് എടുത്ത് എഴുതുക. അപ്പോൾ നമ്മുടെ ഇനി ഒന്നാമത്തേതിൻ്റെ രണ്ടാമത്തെ ചോദ്യം, അതായത് സെക്ഷൻ ബി ആണ്. അഥവാ അത് എഴുതിയില്ലെങ്കിൽ ഇത് എഴുതുക. അപ്പോൾ ഇവിടെ സൂചന ചിടിയാ കാ ഘർ എന്ന് പറയുന്ന കവിതയുടെയാണ്. ചിടിയാ കാ ഘർ കവിത കാ ഏക അംശ പഠേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. അപ്പോൾ ഇതും അതുപോലെ തന്നെ പങ്ക്തിയോ സഹി റൂപ്പ് കെ മിലേ, റൂപ്പ് സെ മിലേ. ഇതെന്ത് ചെയ്യുക, ഈ വരികളും അതുപോലെ തന്നെ ഓർഡറിലാക്കി എഴുതാനാണ്. ചിടിയാ ലിഖേ ലിയേ എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ എല്ലാ കവിതയുടെയും നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ വരികളും, അതായത് ഇതിനകത്ത് ഒരു 3 കവിത, പില്ല എന്ന് പറയുന്ന കവിതയും ധൂപ് ആഗേയി എന്ന് പറയുന്ന കവിതയും അതുപോലെ തന്നെ ഈ ചിടിയയുടെ കവിതയും, നിങ്ങൾ 3 കവിതകൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വായിച്ച് ഏതൊക്കെ വരികൾ എപ്പോഴൊക്കെ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ചിടിയാ കാ ഘർ എന്ന് പറയുന്ന കവിതയുടെ വരികളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ചിടിയാ ലിയേ എന്നാണ് കൊടുത്തിട്ടുള്ളത്. चिड़िया लिए चोंच में तिनका चली बनाने घर कौन रहेगा उस घर के अंदर. അപ്പോൾ അത് അത്ര എഴുതുക. അതിനുശേഷം അത് 4 വരികളാണ്, ആദ്യത്തെ 4 വരികൾ. അതിനുശേഷം അടുത്ത 4 വരികളും കൂടെ എഴുതാനുണ്ട് അല്ലേ, അടുത്ത 4 വരിയും കൂടെ എഴുതാനുണ്ട്. ചിടിയാ കെ ദോ ബच्चे ഹോഗേ ഉസ് ഘർ കെ അന്തർ പർ നികലെ തോ ഉഡ് ജായേങ്കെ ഫർ 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 ഫർ. അപ്പോൾ ഇതാണ് ഈ വരികൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എല്ലാ വരികളും തന്നിട്ടില്ല, നമ്മുടെ വരികൾ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാ വരികളും തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉള്ള വരികൾ താഴെ ഏതൊക്കെ വരികൾക്ക് താഴെയാണെന്ന് കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ എല്ലാ കവിതയുടെയും ആ വരികളുടെ ഓർഡർ നിങ്ങൾക്ക് അറിയായിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് തന്നെ ബി ക്വസ്റ്റ്യൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ചോഞ്ച് മേ കിസ്നെ ദിൻ കാ ലിയ ഹേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ധൂപ്പ്, ഘർ, ചിടിയ, ബच्चे എന്നാണ്. അപ്പോൾ ഘറാണ് ഉത്തരം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സൂചന ചിത്ര ദേഖേ. ഇവിടെ ചിത്രം നോക്കുക. ഒരു പൂമ്പാറ്റയുടെ, ബട്ടർഫ്ലൈയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നമ്പേഴ്സും ഉണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിർദ്ദേശ് കെ അനുസാർ രംഗ് ഭരെ. നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള കുറേ വർണ്ണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബോക്സിൻ്റെ അകത്ത് കുറേ കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. 4 കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. 1 കാല, 2 ഖര, 3 ലാൽ, 4 നീല. അപ്പോൾ ഇതിനനുസരിച്ച് കാല എന്ന് പറയുന്ന നിറം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാ നിറങ്ങളുടെയും തന്നിട്ടുള്ള, നിങ്ങൾക്കൊരു 6-7 നിറങ്ങളുണ്ട്, ആ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നിട്ടുണ്ടാകും. ആ നിറങ്ങളുടെ
ഏതൊക്കെ നിറങ്ങളാണെന്നും അവ എഴുതാനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാല എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എന്താണ്? കറുപ്പ്. ഹര എന്ന് പറഞ്ഞാൽ പച്ച. ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ്. നീല എന്ന് പറഞ്ഞാൽ ബ്ലൂ, നീല. അപ്പോൾ ഇതിനനുസരിച്ച് ഈ ബട്ടർഫ്ലൈയിൽ എന്ത് ചെയ്യണം? കളേഴ്സ് കൊടുക്കണം. ഒന്നിനനുസരിച്ച് കാല എന്ന് പറയുമ്പോൾ ഒന്ന് കൊടുത്തേക്കുന്നതിൻ്റെ അവിടെ കറുപ്പ് കൊടുക്കുക ബോഡിയിൽ, കണ്ട. 2 ഹര, 2 എന്ന് പറയുന്ന ആ വിങ്സിൻ്റെ അവിടെ രണ്ടിടത്തും എന്ത് ചെയ്യുക? പച്ച കൊടുക്കുക. ലാൽ എന്ന് പറയുന്നത് 3 അപ്പോൾ 3 കൊടുത്തേക്കുന്നിടത്ത് ആ ചിറകിൻ്റെ അവിടെ 3 കൊടുക്കുക. ചിറകിന് അവിടെ ചുവപ്പ് കൊടുക്കുക. ചിറകിന് താഴെയായിട്ട് 4 നീല, അവിടെ നീല കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എഹ് കിസ്കാ ചിത്ര ഹേ, ഇത് ഏതിൻ്റെ ചിത്രമാണെന്ന്. അപ്പോൾ ഇത് ബട്ടർഫ്ലൈ ആണ്. ഹിന്ദിയിൽ എന്താണ് ബട്ടർഫ്ലൈക്ക് പറയുന്നത്? തിത്തലി എന്നാണ്. അപ്പോൾ അത് മൂന്നാമത്തെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനാണ്, അത് നോക്കി എഴുതുക. ഓക്കെ. ഇനി ഇവിടെ സൂചന, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ എ ക്വസ്റ്റ്യൻ, സൂചന ചിത്ര പഹചാനെ ഓർ നാം ചുൻകർ ലിഖേ, ഇതിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളുടെ പേര് എഴുതുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കിതാബ്, പില്ല, മഖി, ചിടിയ, കലി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം പക്ഷിക്ക് പറയുന്ന പേരെന്താണ്? ചിടിയ എന്നാണ്. ഇവിടെ മുട്ടിന് പറയുന്ന പേര് കലി എന്നാണ്. അതുപോലെ തന്നെ ഈ പട്ടിക്കുട്ടിക്ക് പറയുന്ന പേരെന്താണ്? പില്ലയാണ്. പട്ടിക്കുട്ടി പില്ലയാണ്. പിന്നെന്താണ്? പുസ്തകങ്ങൾക്ക് കിതാബ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ബാക്കി കൊടുത്തിട്ടുള്ള ഈ പ്രാണിക്ക് പറയുന്ന പേര് മഖി എന്നാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഈ തേനീച്ച. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പേരുകൾ നിങ്ങളുടെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട പേരുകളെങ്കിലും കൃത്യമായി പഠിച്ച് വെക്കണം. ഉറപ്പായിട്ടും അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി അഥവാ അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ ഉണ്ട്, ബി. തേർഡ് ക്വസ്റ്റ്യൻ്റെ ബി ഓപ്ഷനാണ്, സൂചന ചിത്ര പഹചാനെ ഓർ നാം ചുൻകർ ലിഖേ. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കൊടുത്തേക്കുന്നത് വീടിൻ്റെ ചിത്രം, രണ്ടാമതൊരു ഫ്ലവറാണ്, മൂന്നാമത്തേത് ഒരു മരമാണ്, നാലാമത്തേത് ഒരു ഫിഷാണ്, അഞ്ചാമത്തേത് ഒരു പെൺകുട്ടി, ഒരു ഗേളാണ്. അപ്പോൾ വീടിന് പറയുന്ന പേരെന്താണ്? ഹിന്ദിയിൽ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക, ഘറാണ് വീടിന് പറയുന്ന പേര്. ഫ്ലവറിന് പറയുന്ന പേര് ഫൂൾ എന്നാണ്. മരത്തിന് പറയുന്ന പേര്, ട്രീക്ക് പറയുന്ന പേര് പേടെന്നാണ്. അതുപോലെ തന്നെ മത്സ്യം, ഫിഷിന് പറയുന്ന പേര് മച്ചിലി എന്നാണ്. അതുപോലെ പെൺകുട്ടിക്ക് പറയുന്ന പേര് എന്താണ്? ലഡ്കി എന്നാണ്. ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം, സൂചന ചിത്ര ദേഖേ ഓർ ഉത്തർ ലിഖേ. അപ്പോൾ ഇവിടെ ചിത്രം നോക്കുക, അതിനനുസരിച്ചുള്ള ഉത്തരം ഈ ഓപ്ഷനിൽ നിന്ന്, ഈ ബോക്സിൽ നിന്ന് നോക്കി എഴുതുക. രാത്തുക്കോ, രാത്രിയിൽ. ബിസ്ക്കറ്റ്. നീതുക്കെ സാത്ത്, നീതുവിൻ്റെ കൂടെ. കിതാബ്, പുസ്തകം. പങ്കേക്കെ എന്ന് പറഞ്ഞാൽ ഫാൻ എന്നാണ്, ഫാനിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാനിൻ്റെ അടുത്ത് എന്നാണ് അർത്ഥം. ഇനി നോക്കുക, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ടോമി കോ ക്യാ ഖാന പസന്ത് ഥ. ടോമി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിച്ചത് എന്തായിരുന്നു? എന്താണ് കഴിച്ചത്? ബിസ്ക്കറ്റാണ്. രണ്ടാമത്തെ ഉത്തരമാണ് അവിടെ, രണ്ടാമത്തെ ഓപ്ഷനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടോമി കിസ്കെ നീച്ചെ രോതാത്ത. ടോമി എവിടെയാണ് ഉറങ്ങിയത്? ഫാനിന് താഴെയാണ് അല്ലേ. അപ്പം പങ്കേക്കെ എന്നാണ് അതിൻ്റെ ഉത്തരം. ലാസ്റ്റത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇനി ടോമി കിസ്കെ സാത്ത് ഖേൽത്താത്ത. ടോമി ആരുടെ കൂടെയാണ് കളിച്ചത്? നമുക്കറിയാം, നീതു കെ സാത്ത്, നീതുവിൻ്റെ കൂടെയാണ് ടോമി കളിച്ചത്. ഇനി ടോമി ക്യാ പഠിത്താത്ത, ടോമി എന്താണ് വായിച്ചത്? എന്താണ് പഠിച്ചത് അല്ലെ എന്താണ് വായിച്ചത്? കിതാബ് അല്ലേ. നാലാമത്തെ ഓപ്ഷനാണ് കിതാബ്, പുസ്തകമാണ് ടോമി വായിച്ചത്. ഇനി നീതു കോ ടോമി കപ് മീല. നീതുവിന് ടോമി എപ്പോഴാണ് കിട്ടിയത്? രാത്രിയിലാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് രാത്തുക്കോ, ആദ്യത്തെ ഓപ്ഷനാണ്. ഓക്കെ. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങളുടെ പുസ്തകവും ബുക്കിൽ ടീച്ചേഴ്സ് തന്നിട്ടുള്ളതൊക്കെ നല്ലോണം വായിക്കുക. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, സൂചന ചിത്രക്കെ അനുസാർ വാക്യ ലിഖേ. അപ്പോൾ ഈ ചിത്രമനുസരിച്ച് ഇപ്പോഴത്തുള്ള വാക്യം പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലഡ്കി എന്ന് കൊടുത്തിട്ടുണ്ട്, ലഡ്കി. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കുക. ഹേൽത്തി ഹേ എന്ന് പറഞ്ഞാൽ കളിക്കുക, ഹാത്തി എന്ന് പറഞ്ഞാൽ കഴിക്കുക, ദൗട്ടി എന്ന് പറഞ്ഞാൽ ഓടുക, രോത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുക, ബൈത്തി എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അപ്പോൾ ഇവിടെ ഇതിനനുസരിച്ച് നമ്മൾ എഴുതുക അല്ലേ. ലഡ്കി എന്ത് ചെയ്യാണ്? കഴിക്കുകയാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഹാത്തി, രണ്ടാമത്തെ ഓപ്ഷൻ ഹാത്തി എഴുതുക. രണ്ടാമത്തെ കുട്ടി എന്താണ് ചെയ്യുന്നത്? കളിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താ? ഹെൽത്തി, ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള ഹെൽത്തി എഴുതുക. ഇനി മൂന്നാമത്തെ കുട്ടി എന്താണ് ചെയ്യുന്നത്? ഓടുകയാണ്. അപ്പോൾ ദൗത്തി, അത് മൂന്നാമത്തത്.
ദൗത്യ തന്നെ. ഇനി നാലാമത് കുട്ടി എന്ത് ചെയ്യുകയാണ്? ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്നതിന് എന്താ പറയുക? ബൈത്തി എന്നാണ് പറയുക. ബൈത്തി, ലാസ്റ്റത്തെ ഓപ്ഷനായിട്ടുള്ള ബൈത്തി. ഇനി നാലാമത് എന്താണ് കുട്ടി ചെയ്യുന്നത്? ഉറങ്ങിയാണ്. ഉറങ്ങുന്നതിന് എന്താ പറയുക? രോത്തി എന്നാണ് കേട്ടോ, രോത്തി. അപ്പോൾ ഉറങ്ങിയാണ്, അപ്പോൾ രോത്തി എന്ന് എഴുതുക. ഇനി നോക്കുക, പില്ല എന്ന് പറഞ്ഞ കവിതയാണ് ഇവിടെ കൊടുത്തിട്ട്. അപ്പോൾ ആ കവിതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, സൂചന പില്ല കവിതാക്കി പങ്ക്തിയാം ക്രമസെ ലിഖേ. പില്ല എന്ന് പറഞ്ഞ കവിതയിലെ വരികളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ക്രമത്തിൽ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ നീതുക്ക ധ പില്ലായിക്ക്, അപ്പോൾ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ കവിത കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കവിതകളും കൃത്യമായി വായിച്ചു നോക്കണം. ചിലപ്പോൾ അത് ഇങ്ങനെ എന്താണ് ഓർഡർലെസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, ഓർഡറിലാക്കി എഴുതണം. അല്ലെങ്കിൽ കവിതയുടെ കുറച്ച് ഭാഗം കൊടുത്തിട്ട് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളത് എടുത്ത് എഴുതണം. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കവിത എങ്ങനെയാണ്? നീതുക്ക ധ പില്ലായിക്ക്, അതാണ് ആദ്യത്തേത് അവർ കൊടുത്തിട്ടുണ്ട്. അടുത്ത വരി ഏതാണ്? ബദൻ പേ, അതാണല്ലേ, ബദൻ പേ ഉസ്കെ രുവേ അനേക, അതാണ് രണ്ടാമത്തെ വരി. അതായത് ലാസ്റ്റത്തെ വരിയാണ് ഇവിടെ രണ്ടാമത് എഴുതേണ്ടത്. ഇനി അടുത്ത വരി ഏതാണ്? ചോട്ടി ടാങ്കെ ലംബി പൂഞ്ച്, അതാണ് മൂന്നാമത്തെ വരി. നാലാമത്തെ വരി ഏതാണ്? ഭൂരി ധാഠി കാലി മൂഞ്ച്, അതാണ് നാലാമത്തെ വരി. അഞ്ചാമത്തെ വരി ഏതാണ്? മഖി സേ വഹ് ലഡ്താത്ത, അതാണ് അഞ്ചാമത്തെ വരി. ആറാമത്തെ വരി ഖടേ ഖടേ, രണ്ടാമത് കിടക്കുന്ന വരിയാണ്. ഖടേ, രണ്ടാമതല്ല മൂന്നാമത് കിടക്കുന്ന വരിയാണ് ലാസ്റ്റ് എഴുതേണ്ടത്. ഖടേ ഖടേ ഖിർ പഡ്താത്ത, ഇതാണ് അവസാനം എഴുതേണ്ടത്. ഇങ്ങനെ നിങ്ങൾ എല്ലാ കവിതയും, അതായത് പില്ല എന്ന് പറയുന്ന കവിതയും ചിടിയാട കവിതയും അതുപോലെ ദുഭാഗയി എന്ന് പറയുന്ന കവിതയും കൃത്യമായി വരികൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു.